സാർ, ഇനിയും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൂവരണിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുകയും എന്നാൽ കൊല്ലപ്പെടാതിരിക്കുകയും ചെയ്തു. അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ എന്നെ പിരിയാൻ പറ്റാത്തതുകൊണ്ടാണോ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? എടാ ജോർജി, നിനക്ക് ഈ ആൽബിനെയും കൂടെ അമേരിക്കയ്ക്ക് ഒന്ന് കൊണ്ടുപോകാൻ മേലെ. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ വിദേശത്ത് ചേട്ടായിമാരുടെ കൂടെ പോയി ജോലിക്കൊന്നും നിൽക്കാത്ത. അപ്പൊ അതാണ് വിദേശത്തെങ്ങും പോകണ്ടെന്ന് പറഞ്ഞ് ഇതിലെ ചുറ്റിക്കളിച്ച് നടക്കുന്നതിന്റെ രഹസ്യം. പ്രേമം നടിച്ചെന്നെ നീ കൊടുക്കിയില്ലേ, കള്ളച്ചിരി ചിരിച്ചെന്നെ കുരുക്കിയില്ലേ. എന്നടാ ഒരു സീക്രട്ട് ആൻസർ ഉണ്ടെന്ന് പറയാം. അതിപ്പോ തന്നെ ചേച്ചാ, വല്ല ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തനെ കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അത് സൂക്ഷിക്കും. എടാ ആൽബി, നീ ഇങ്ങനെ ജോലിയും കൂലിയില്ല നടന്നാൽ എന്റെ പെങ്ങളെ കെട്ടി ചേരാൻ അത്ര എളുപ്പമായിരിക്കില്ല കേട്ടോ. അത് കൊള്ളാം. സീരിയസ് ആയിട്ടാണ് ആയിഷിലാന്നാ പറഞ്ഞു. ഇനി അവർ സ്വാതന്ത്ര്യത്തിൽ പോരെങ്കിൽ പറഞ്ഞോളൂ, ടയർ ഊരി വിട്ടേക്കാം. ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ ഓൾഡ് ഏജ് ഹോമിലെ ഔസേപ്പ് അങ്കിളിന്റെ അടുത്തൊന്ന് പോയായിരുന്നു. മക്കളും കൂടെ ഇല്ലാത്തതുകൊണ്ട് അങ്കിളിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. മക്കളെ കണ്ടും മാമ്പ് കണ്ടും മോഹിക്കരുതെന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്.